ഹലോ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ICAയുടെ സ്കോളർഷിപ്പിൻ്റെ സ്കീമിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് വേറൊന്നുമല്ല, നമ്മുടെ ICAയുടെ വെബ്സൈറ്റിൽ തന്നെ ഇത് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ICAയുടെ വെബ്സൈറ്റിൽ നോളജ് പോർട്ടലിൽ പോവാം. നോളജ് പോർട്ടലിൽ പോകുമ്പോൾ നമുക്കതിൽ നിങ്ങളിങ്ങനെ താഴോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും സ്കോളർഷിപ്പ് സ്കീം ഫോർ CA സ്റ്റുഡൻസ് അല്ലേ. സ്കോളർഷിപ്പ് സ്കീം ഫോർ CA സ്റ്റുഡൻസ്, അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വിൻഡോയിലോട്ട് പോകും. സ്കോളർഷിപ്പ് സ്കീം ഫോർ CA സ്റ്റുഡൻസ്, അവിടെ ക്ലിക്ക് ഹിയർ ക്ലിക്ക് ഹിയറിൽ പോയാൽ നമുക്ക് ഈ ഒരു ഡോക്യുമെന്റ് കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു ഡോക്യുമെന്റ് നമുക്ക് കിട്ടും. ഞാനിതൊന്ന് പ്രത്യേകം എടുത്തു എന്നുള്ളതിന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സോ ഇതിൽ സ്കോളർഷിപ്പ് സ്കീം ഫോർ CA സ്റ്റുഡൻസ് അല്ലെ, 1, 2, 3, 4 സ്കീമിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ 4 സ്കീമുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. what I suggest, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ICAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ സ്കോളർഷിപ്പ് സ്കീമിൽ പോയിട്ട് ഇതൊന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഭയങ്കര എമൗണ്ട് അല്ല, എന്നാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് തന്നെയാണ്. നമ്മൾ ഇന്റർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് മന്ത്ലി ഒരു ചെറിയ എമൗണ്ട് ഒരു സ്കോളർഷിപ്പ് ആയിട്ട് നമുക്ക് കിട്ടാനുള്ളൊരു സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വൺ, നീഡ് ബേസ്ഡ് ഫോർ എക്കണോമിക്കലി വീക്കർ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസ്. സോ ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിനാണ് അത്. CA ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനും കിട്ടും, അതുപോലെ തന്നെ ഡയറക്റ്റ് എൻട്രി സ്റ്റുഡൻസിനും ഉണ്ട്. അപ്പോൾ CA ഇന്റർമീഡിയറ്റ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എമൗണ്ട് 1500 പെർ മന്ത് ആണ്. എലിജിബിലിറ്റി ഇന്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്തിരിക്കണം, അതായത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് എൻട്രിയോ ആയിട്ട് ഇന്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ദെൻ പാരൻസിന്റെ ഇൻകം ഷുഡ് നോട്ട് ബി മോർ ദാൻ 3 lakh പെർ ആനം, ഒരു വർഷം 3 ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ പീരീഡ് ഓഫ് സ്കോളർഷിപ്പ് 9 months ആണ്, അതായത് നമ്മുടെ സ്റ്റഡി പീരീഡ് ശരിക്കും 8 months ആണല്ലേ. അപ്പോൾ ഏകദേശം ആ സ്റ്റഡി പീരീഡ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സ്കോളർഷിപ്പ്. രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ, ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് 9 months സ്കോളർഷിപ്പ് കിട്ടും, കമൻസിങ് ഫ്രം ദ ഫോളോവിങ് മന്ത് ഓഫ് രജിസ്ട്രേഷൻ ഫോർ ഇന്റർമീഡിയറ്റ് കോഴ്സ്. ഇനി നിങ്ങൾ ITT ഓറിയന്റേഷൻ ഒക്കെ ഉണ്ടല്ലോ, അത് ചെയ്യുവാണെങ്കിൽ ഫർദർ വീണ്ടും 3 months കിട്ടും. അപ്പോൾ 9 + 3 12 months കിട്ടും അല്ലേ. അപ്പോൾ നമ്മൾ പഠനം കഴിഞ്ഞ് നേരെ ITT ഓറിയന്റേഷൻസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഹാസ് കംപ്ലീറ്റഡ് ഓറിയന്റേഷൻ കോഴ്സ് ആൻഡ് IT വിത്തിൻ ഫസ്റ്റ് 9 months ഓഫ് രജിസ്ട്രേഷൻ ഫോർ ഇന്റർമീഡിയറ്റ് കോഴ്സ്, നിങ്ങൾക്ക് അഗെയിൻ 3 months കൂടെ അത് എക്സ്റ്റൻഷൻ കിട്ടും. ഇനി നിങ്ങൾ ഒരു ഗ്രൂപ്പ് പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ, ഇന്റർമീഡിയറ്റിന്റെ ഒരു ഗ്രൂപ്പ് പാസ്സാകുകയാണെന്നുണ്ടെങ്കിൽ അഗെയിൻ 3 months കൂടെ കിട്ടും അല്ലെ. അഡീഷണൽ 3 months ഓഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് പാസ്ഡ് എനി വൺ ഓഫ് ദ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അല്ലേ. ഈ ഒരു ഇത് നോക്കൂ, 3 months ഇഫ് ദ സ്റ്റുഡൻറ്റ് ഹാസ് പാസ്ഡ് എനി വൺ ഗ്രൂപ്പ് ഇൻ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ ഇഫ് ദ 12 months ഓഫ് രജിസ്ട്രേഷൻ ഫോർ ഇന്റർമീഡിയറ്റ് കോഴ്സ്. അപ്പോൾ ഇന്റർമീഡിയറ്റിന് രജിസ്റ്റർ ചെയ്ത് വിത്തിൻ 12 months നിങ്ങൾ പാസ്സാവുകയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 3 months കിട്ടും. സോ ഇവിടെ 9 + 3 + 3 ടോട്ടൽ 15 months നമുക്ക് ആ ഒരു സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ സാറേ ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബോത്ത് ഗ്രൂപ്പും പാസ്സായല്ലോ, ബോത്ത് ഗ്രൂപ്പ് പാസ്സായ എന്ത് ചെയ്യാൻ പറ്റും, അവന് ഫൈനൽ സ്റ്റുഡൻറ്റ്, ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഫൈനൽ സ്റ്റുഡൻസിന് കിട്ടുന്ന ആ ഒരു സ്കോളർഷിപ്പിന് അവൻ എലിജിബിൾ ആവും. സോ നീഡ് ബേസ്ഡ് ഫോർ എക്കണോമിക്കലി വീക്കർ ഫൈനൽ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കേസ്, ഇന്റർമീഡിയറ്റ് സ്റ്റുഡൻസിന്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ പാരൻസിൻ്റെ ആനുവൽ ഇൻകം 3 lakhs എക്സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ ഒരു ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. 9 + 3 + 3 അങ്ങനെ 15 months നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. 1500 പെർ മന്ത് ആണ് ആ ഒരു സ്കോളർഷിപ്പിന് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ളത്. ഇനി നീഡ് ബേസ്ഡ് ഫോർ എക്കണോമിക്കലി വീക്കർ ഫൈനൽ സ്റ്റുഡൻസ് അല്ലെ, രണ്ടാമത്തത് അതാണ്. ഫൈനൽ സ്റ്റുഡൻസ് ആണ്, സെയിം എമൗണ്ട് ആണ്, 1500 ആണ്. ഫൈനലിന് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ റിക്വയർമെന്റ്. 3 lakhs പാരൻസിന്റെ ഇൻകം റിക്വയർമെന്റ് ഇവിടെയും പറയുന്നുണ്ട്. ഇവിടെ കിട്ടുന്നത് 30 months ആണ്. 30 months ഓർ റിമൈനിങ് ആർട്ടിക്കിൾഷിപ്പ് പീരീഡ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ബോത്ത് ഗ്രൂപ്പ് പാസ്സായ 24 months ആർട്ടിക്കിൾഷിപ്പ് ഉള്ളൂ. സോ 24 months ആയിരിക്കും നമുക്ക് കിട്ടുന്നത് എന്ന് വിചാരിക്കാം, കാരണം ഇത് അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു സ്കീമാണ് ഇവിടെ പറയുന്നത്. ഇനി തേർഡ് വൺ, മെറിറ്റ് കം നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പ്. അപ്പോൾ ഇത് മെറിറ്റ് കം നീഡ് ബേസ്. അപ്പോൾ മറ്റത് രണ്ടും എന്തായിരുന്നു, ബാക്ക്വേർഡ് സ്റ്റുഡൻസ് 3 lakhs ആനുവൽ ഇൻകത്തിൽ കൂടാത്ത പാരൻസ് ഉള്ള ആളുകൾക്കായിരുന്നു ആ ഒരു ഇൻകം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മെറിറ്റ് കം നീഡ് ബേസ്ഡ് സ്കോളർഷിപ്പാണ് മൂന്നാമത്തെ ഒരു സ്കീം. അവിടെ 1500 പകരം എത്ര കിട്ടും, 2000 rupees കിട്ടും. എത്രയാണ് എമൗണ്ട്, 2000 ആണ്. എലിജിബിലിറ്റി റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കണം എന്നുണ്ട്, റാങ്ക് ഹോൾഡേഴ്സ് ഓഫ് ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ
അതർ ദാൻ ദോസ് കവേർഡ് അണ്ടർ മെറിറ്റ് സ്കോളർഷിപ്പ്. അപ്പോൾ മെറിറ്റ് സ്കോളർഷിപ്പ് നാലാമത് ഇവിടെ പറയുന്നുണ്ട്. അതിൽ പെടാത്ത ആളുകൾക്കാണ് ഈ 2000 പെർ മന്ത് കിട്ടുന്നത്. ഫൈനൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. ഫൈനൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്ത് അപ്പോൾ ഇന്റർമീഡിയറ്റിന്റെ റാങ്ക് ഹോൾഡേഴ്സിന്, ഏത് റാങ്ക് ഹോൾഡേഴ്സിനും മെറിറ്റ് സ്കോളർഷിപ്പിൽ വരാത്ത ആൾക്കാർ, അങ്ങനെയാണെങ്കിൽ അവർക്ക് കിട്ടും. അവരെന്ത് ചെയ്യാൻ അവർ ഫൈനലിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. പാരൻസിന്റെ ഇൻകം 3 lakhs കൂടാൻ പാടില്ല. പീരിയഡ് ഓഫ് സ്കോളർഷിപ്പ് ഇവിടെയും എത്രയാണ്? 30 months. അപ്പോൾ എന്താ മാറ്റം ഉള്ളത്? ഇവിടെ 1500 ഉള്ളത് എന്താവും? 2000 ആവും. സോ വീക്കർ സെക്ഷൻ ആണ്. ഇൻകം കുറച്ച് 3 lakhs കൂടിയിട്ടില്ല. ആൻഡ് മെറിറ്റിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് 1500 ഉള്ള എന്താവും? 2000 ആവും. അത് മാത്രമല്ല ഇവിടെ ചേഞ്ച് ഉള്ളൂ. അത് മാത്രമേ ഉള്ളൂ. ഇനി നാലാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്? 2500 ആവും. 1500 ദെൻ 2000. ഇവിടെ എത്രയാവും? 2500 ആവും. ഇവിടെ എലിജിബിലിറ്റി എന്താണ്? റാങ്ക് ഹോൾഡേഴ്സ് തന്നെയാണ്. ഫസ്റ്റ് 10th റാങ്ക് വരെയുള്ള ആളുകൾക്കാണ്. അത് 10th റാങ്ക് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ 12th അങ്ങനെയൊക്കെ കിട്ടും എന്നുള്ള പറയുന്നത്. അപ്പോൾ ആദ്യത്തെ 10 പേർക്കല്ല, 10 റാങ്ക് ഹോൾഡേഴ്സിനുള്ളതാണ് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ മനസ്സിലായത്. ദെൻ ഇവിടെയും ഫൈനൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തിരിക്കണം. 30 months ഓർ റിമൈനിങ് ആർട്ടിക്കൽഷിപ്പ് പീരീഡ്, ഇതായിരിക്കും നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിനുള്ള ഡ്യൂറേഷൻ അല്ലെങ്കിൽ പീരിയഡ് എന്ന് പറയുന്നത്. എവിടെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്? വേറൊന്നുമല്ല, SSP പോർട്ടലിൽ തന്നെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ service.ica.in കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ ഏത് നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്ന് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, വെബ്സൈറ്റ് എവിടെ പോകേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡോക്യുമെൻറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. വളരെ സജസ്റ്റ് നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് വായിക്കുക എന്നുള്ളതാണ്. ദെൻ അതിൻ്റെ ഒരു പ്രോസസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസ് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ട പ്രോസസ്സ്. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ലോഗിൻ SSP, ദെൻ സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻ ഫോം കൊടുക്കുക. ഓട്ടോ പോപ്പുലേറ്റഡ് ആവും. നിങ്ങളുടെ SSP പോർട്ടൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം ഓട്ടോ പോപ്പുലേറ്റ് ആവും. ഓട്ടോ പോപ്പുലേറ്റഡ് ആയ കാര്യങ്ങൾ അത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട, ബാക്കിയുള്ളതിലോട്ട് പോവുക. അല്ല എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ തന്നെയാണ് നിങ്ങളുടെ ഇൻകം സർട്ടിഫിക്കറ്റിൻ്റെ പ്രൂഫ് അറ്റസ്റ്റ് ചെയ്യേണ്ടത്, അപ്രൂവ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇനി ആർട്ടിക്കൽഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഫസ്റ്റ് 9 months ഓഫ് ഇന്റർമീഡിയറ്റ് പീരീഡ് ആണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ആർട്ടിക്കൽഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവില്ല അല്ലേ? ഇന്റർ പാസ് ആവണ്ടല്ലോ, അതിന് മുമ്പ് തന്നെ നമുക്ക് സ്കോളർഷിപ്പിന് എലിജിബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ICI മെമ്പർ ആയിരിക്കണം അത് അപ്രൂവ് ചെയ്യേണ്ടത്. ദെൻ നിങ്ങൾക്ക് അതിൻ്റെ മെയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു കറക്റ്റ് ചാർട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരു ഫ്ലോ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അമൗണ്ട് ഡിസ്പേഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ തന്നെയായിരിക്കും ഓട്ടോ സെലക്ട് ആവുക. അവർ തന്നെയാണ് ഇത് അപ്രൂവ് ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ ഏത് മെമ്പറിനും എന്ത് ചെയ്യാം? ഇത് അപ്രൂവ് ചെയ്യാം. ദെൻ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് FAQs ഇവിടെ ഉണ്ട്. ആ FAQs ഒന്നാമത്തെ എന്താണ്? FAQs കൂടെ ഒന്ന് വായിച്ചു നോക്കുക എന്നുള്ളതാണ്. ഒന്ന്, when does ICA notify eligible scholarship applicant regarding the selection and grant of scholarship? അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ആപ്ലിക്കേഷൻ 16th ഡിസംബറിനും 15 മാർച്ചിനും ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏപ്രിൽ മുതലായിരിക്കും അവർക്ക് എന്ത് ചെയ്യുക? ആ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ടാവുക. ദെൻ നെക്സ്റ്റ് ക്വാർട്ടർ ജൂലൈ മുതൽ, നെക്സ്റ്റ് ക്വാർട്ടർ മുതൽ ഒക്ടോബർ മുതൽ, നെക്സ്റ്റ് ക്വാർട്ടർ മുതൽ ജനുവരി മുതൽ. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Then is income eligibility criteria and one-time recommendation required on the self-assessor? Yes, that is must ആണ്. അവിടെ ഞാൻ നേരത്തെ ഫ്ലോ ചാർട്ടിൽ തന്നെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ട്രെയിനിങ് ചെയ്യുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രിൻസിപ്പൽ തന്നെ അവിടെ ഓട്ടോ പോപ്പുലേറ്റഡ് ആയിട്ട് വരും. അവർ തന്നെയാണ് അത് സൈൻ ചെയ്യേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് മെമ്പർ അപ്രൂവ് ചെയ്താലും നിങ്ങൾക്ക് ഇതിന് എലിജിബിൾ ആണ്. അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, when is the conduct and attendance certificate required in the portal for the release of installment? അല്ലേ? അപ്പോൾ അവിടെ പറയുന്നത് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് ക്വാർട്ടർലി ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ അറ്റൻഡൻസ് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പ്രോപ്പർലി ആണ് നിങ്ങളുടെ ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന എന്നുള്ള കാര്യങ്ങൾ. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം? ക്ലിയർ ആയിട്ട് കൊടുത്താൽ മാത്രമായിരിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ഒരു കാര്യം ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഓൺലൈനിലാണ്. ഓക്കെ, ദെൻ ഈ മൊത്തം FAQs കൂടെ വായിക്കാം. 4 FAQs ഉള്ളൂ. അതും കൂടെ ഒന്ന് വായിച്ച് നോക്കണം നിങ്ങൾ. വെൻ വിൽ സ്റ്റുഡൻറ്റ് റിസീവ് ദ സ്കോളർഷിപ്പ് ഇൻസ്റ്റാൾമെന്റ് ദെയർ ബാങ്ക് അക്കൗണ്ട്? ക്വാർട്ടർലി ബേസിസ് ആണ്, എല്ലാ മന്തും അല്ല, ക്വാർട്ടർലി ബേസിസ് ആണ്. ഓക്കെ, അപ്പോൾ അത് ശരിക്കും നമുക്കൊരു 6,000 എമൗണ്ട് അല്ലെങ്കിൽ 8,000 അല്ലെങ്കിൽ 10,000 ഒക്കെ എമൗണ്ട് ആയിരിക്കും ഒരുമിച്ച് കിട്ടുക. അത് നമുക്ക് പല കാര്യങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലോട്ടൊക്കെ എത്തിക്കുക, സ്റ്റുഡൻസിലോട്ടൊക്കെ എത്തിക്കുക. അപ്പോൾ എലിജിബിൾ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു എമൗണ്ട് സ്കോളർഷിപ്പായിട്ട് ക്വാർട്ടർലി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട്
വരുത്തിക്കാൻ നോക്കുക. ഓക്കെ.